നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിന്നെ ഒരിക്കലും വെറുക്കുവാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങളുടെ സ്നേഹത്തോട് കൂടിയുള്ള സാന്നിധ്യത്തിനായി ഈ വ്യക്തി കാതോർത്തിരിക്കുന്നു. ഈ ഒരു തലക്കെട്ടാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും എന്ത് തീരുമാനങ്ങളൊക്കെയാണ് ഈ വ്യക്തി എടുത്തിട്ടുള്ളത്, നിങ്ങളോടുള്ള മാനസികാവസ്ഥ എന്താണ്, ഈ പ്രണയബന്ധത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തികച്ചും വളരെ യാദൃശികമായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് വന്നതാണെങ്കിൽ പോലും വളരെയധികം ആത്മാർത്ഥത മുന്നിട്ട് നിൽക്കുന്ന ഒരു ബന്ധമായിട്ട് കാണിക്കുന്നു. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കുടുംബം ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ഈ വ്യക്തിയുടെ സ്നേഹത്തിൽ വീണുപോയതായിരിക്കാം. യാതൊരു താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ എനിക്കിനി ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഇതാണ് എൻ്റെ വിധി എന്നുള്ള രീതിയിൽ സ്വയം വിധിയെ പഴിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം ഈ വ്യക്തിയുടെ വരവ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. താല്പര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു അത് വളരെ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. തീർച്ചയായിട്ടും അത് തുടക്കം മുതൽ തൊട്ട് തന്നെ ഇപ്പോഴും അതേ താല്പര്യവും ആകർഷണവും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടനീളമായിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടും അതുപോലെ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തെ കീറിമുറിച്ച് കളയുന്ന രീതിയിൽ പല പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് സ്വയം സൃഷ്ടിച്ചതല്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടുള്ള ഒരു നിർഭാഗ്യം പോലെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ തീർത്തും ഈ വ്യക്തി നിങ്ങളുടെ ഓരോ അവസ്ഥയും ഓരോ അവസ്ഥകളും ഓരോ സാഹചര്യങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതെന്താണ് എന്നറിയാനുമൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സിലുള്ളതല്ല ഈ വ്യക്തി പുറമെ പ്രകടിപ്പിക്കുന്നത്. മനസ്സിൽ വളരെയധികം സ്നേഹവും എല്ലാം ഉണ്ടെങ്കിൽ പോലും പുറമെ യാതൊരു തരത്തിലും താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഇവിടെ തീർത്തും അതൊരു അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ വ്യക്തി പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഇത്തരം സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വളരെയധികം കഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് കുറച്ചധികം അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. ഒരുപക്ഷെ ഇത്രയും കാലം നിങ്ങൾ പ്രതികൂല അവസ്ഥകളായിരിക്കാം അനുഭവിച്ചിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലോ ആഗ്രഹിക്കുന്ന രീതിയിലോ യാതൊരു തരത്തിലുമുള്ള പുരോഗമനവും ഇല്ലാതെ വളരെയധികം മടുപ്പ് തോന്നിപ്പിക്കുന്ന നിരാശകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സന്ദർഭങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇത് തികച്ചും നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ വളരെ ആഗ്രഹിച്ചിട്ടോ വന്നതല്ല, അപ്രതീക്ഷിതമായിട്ട് വന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെയും ഈ വ്യക്തിയെയും വളരെയധികം ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു പക്ഷെ വിധിയായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവസ്ഥകളായിരിക്കാം, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ വളരെയധികം വികൃതമായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും മറഞ്ഞ് രഹസ്യമായി കിടക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് പല കാര്യങ്ങളും രഹസ്യമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അത് വെളിച്ചത്തിലേക്ക് വരാൻ കുറച്ചധികം സമയം എടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. ഇവിടെ ഈ വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യവും ശരിയായി തീരും എന്നുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ രണ്ട് കാലുകളോട് കൂടി ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
ഈ വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കണം വളരെയധികം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടും നല്ല കാര്യങ്ങളിൽ വന്ന് ഭവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണാം. ഇവിടെ തീർത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ വന്നു ചേർന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഒരു അതിരുകൾ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഇടയിലേക്ക് വന്നും അതിനോടൊപ്പം തന്നെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ രീതികൾ, അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട വ്യക്തികൾ നിങ്ങൾക്കിടയിൽ വന്നുപെട്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്കറിയാൻ പറ്റുന്ന ആളുകളായിരിക്കാം, ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജിയിൽ മാത്രം കാണുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ടോക്സിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം റിവേഴ്സ് എനർജി ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുമാത്രമല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയാണെങ്കിൽ പോലും മറ്റു പലവരുടെയും നോട്ടപ്പുള്ളിയായി നിൽക്കുന്നത് കാണാം. മറ്റു പലവരും ഈ വ്യക്തിയുടെ മേൽ ഒരു ദൃഷ്ടി പതിയിപ്പിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സ്വന്തം കഴിവുകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും മേഖലകളിലോ കുറച്ചധികം മുന്നിട്ട് നിൽക്കുന്നതായിട്ടും വിജയകരമായിട്ട് നിൽക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി ഒരുപാട് പേരുടെ മുന്നിൽ ഒരു റോൾ മോഡൽ പോലെ, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് വളരെയധികം പ്രചോദനമാകുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കൂട്ടുകെട്ടുകളും ഒരുപാട് വ്യക്തികളുടെ ഊർജവും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തി ഒരുപക്ഷെ ഈ വ്യക്തിയുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള ജീവിതത്തിൽ വളരെയധികം നീതി പുലർത്തിയും സത്യസന്ധമായിട്ട് അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച് നല്ലൊരു നിലയിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങൾ ഈ സ്നേഹിക്കുന്ന പേഴ്സൺ. അപ്പോൾ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഈ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഈ വ്യക്തിയെ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപക്ഷെ കല്യാണാലോചനകളായിരിക്കാം, അല്ലെങ്കിൽ പ്രണയ ബന്ധങ്ങൾ തന്നെ ആയിരിക്കാം, ഒരുപാട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അത് തീർത്തും നിങ്ങളിലേക്ക് വരാനായിട്ട് തടസ്സമാകുന്ന ഒരു രീതിയും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കുറെ കാര്യങ്ങളിൽ ഈ വ്യക്തിയുമായിട്ട് അകലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു തരത്തിലും യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് വ്യക്തികളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി വെച്ച് നോക്കുകയാണെങ്കിലും, നിങ്ങളുടെ സാമ്പത്തികം വെച്ച് നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യമായിരിക്കാം, അല്ലെങ്കിൽ ഭാഷയായിരിക്കാം, ജാതിയായിരിക്കാം, വിശ്വാസമായിരിക്കാം, എല്ലാത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലേക്കോ അത് പ്രാവർത്തികമാക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിക്കുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും വെറുക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെക്കുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരിക്കലും നിങ്ങളെ വെറുക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള മോശപ്പെട്ട പ്രവൃത്തിയും ഈ വ്യക്തിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏതൊരു സാഹചര്യത്തിലും ഈ വ്യക്തിയെ ചേർത്ത് നിർത്തുകയും ആശ്വസിപ്പിക്കുകയും ഈ വ്യക്തിക്ക് ഒരു താങ്ങായി തണലായി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എപ്പോഴും ആത്മാർത്ഥത നിറഞ്ഞതും അതുപോലെ വളരെയധികം നന്ദിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കടപ്പാടോട് കൂടി തന്നെയാണ് ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും. അപ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു പ്രണയബന്ധത്തിലുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂടെ ജോലി ചെയ്യുന്നവര് ഒക്കെ ആയിരിക്കണം ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനോട് അത്രയും അങ്ങോട്ട് സഹകരിക്കുന്നില്ലായിരിക്കാം, സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ട എന്ന് വെക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി എപ്പോഴും കാതോർത്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. കാരണം ഈ വ്യക്തിക്ക് ആരോടെങ്കിലും ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങളിൽ നിന്ന് മാത്രമാണ്. അത് മാത്രമല്ല, ഈ വ്യക്തിയുടെ മുൻ കാമുകനോ കാമുകിയോ അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സ്നേഹം തോന്നിക്കുന്ന, പ്രണയം തോന്നിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു എനർജിയും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വേറൊരു വ്യക്തിയുടെ എനർജി,
അത് ഈ പേഴ്സണെ പിന്തുടരുന്നതായിട്ടും നമുക്കിവിടെ കാണാം. അത് ഒരുപക്ഷെ അതേ അവസ്ഥ തന്നെ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടാകാം. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ മുൻ കാമുകനോ കാമുകിയോ തിരിച്ചു വരാം. അപ്പോൾ നിങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ. ഈ വ്യക്തിയെ വേണോ അല്ലെങ്കിൽ പഴയ ആളെ മതിയോ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക്, അങ്ങനെ പല രീതിയിലും നിങ്ങൾ രണ്ടുപേരെയും വളരെയധികം കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ ബന്ധത്തിന്റെ ദൃഢത എത്രത്തോളം വലുതാണെന്നും നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം. അത് മറ്റാരും പറഞ്ഞു തരണമെന്നില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ കൊണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും വളരെയധികം തിരക്കേറിയ വ്യക്തികളായിട്ട് കാണിക്കുന്നു. മറ്റു പല കാര്യങ്ങളിലും വളരെയധികം മുഴുകി നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രവർത്തിക്കുക, സാമൂഹിക പ്രവർത്തനം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ, പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവനവന്റെ കാര്യങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരായിട്ട് കാണിക്കുന്നു. മറ്റു ചിലവരുടെ ഊർജം ലഭിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ, അതിൻ്റെതായിട്ടുള്ള പദ്ധതികൾ, പ്രവർത്തികൾ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം ബിസി ആയിട്ടുള്ള, അല്ലെങ്കിൽ തിരക്കേറിയ ഒരു ഊർജമാണെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും തന്നെയാണ് കൂടിയിരിക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പ്രണയം, അത് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല, ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യവും നിങ്ങൾക്ക് രണ്ടുപേർക്കും തീർച്ചയായിട്ടും അറിയാം എന്നാണ് ഇവിടെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ മേഖലയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഉയർന്ന തലത്തിലാണ്. ഈ പേഴ്സന്റെ ആണെങ്കിലും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ വളരെയധികം സെൽഫ് റെസ്പെക്ട്, അതായത് സ്വന്തമായിട്ടുള്ള ആ ഒരു ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് വ്യക്തികളും കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ സാന്നിധ്യം, നിങ്ങളുടെ ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴം, അത് അറിയാനായിട്ട്, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ മാത്രമേ ഈ പേഴ്സൺ ആഗ്രഹിക്കുകയുള്ളൂ. അതാണ് നമുക്കിവിടെ ഇതിന്റെ അവസാനപരമായിട്ട് ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.